ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം തേർഡ് സെമസ്റ്റർ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. 2, 3 and 5 വെയിറ്റേജിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിയറി ആസ് വെൽ ആസ് പ്രോബ്ലം. നിങ്ങൾ ഏതാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ദെൻ ടാക്സ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ്, ഫംഗ്ഷൻസ്, പ്രൊസീജിയറൽ റിക്വയർമെന്റ്സ്, ദെൻ ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്, ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ് ഒക്കെ നിങ്ങൾക്ക് 2 വെയിറ്റേജിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ടാക്സ് പ്ലാനിങ് 2 വെയിറ്റേജ് ആണ്. അതേപോലെ തന്നെ ടാക്സ് മാനേജ്മെന്റ് 2 വെയിറ്റേജിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ് നിങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ ടാക്സ് പ്ലാനിങ്ങും ടാക്സ് ഇവേഷനും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ നിങ്ങൾ നെക്സ്റ്റ് നോക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രോബ്ലംസ് വരുന്നത് കുറവാണ്. ഓക്കെ, ഈ 5 ഇയേഴ്സിൽ സംതിങ് 1-2 കൊല്ലത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസിന്റെ പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ പഠിക്കുക. ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് എങ്ങനെയാണ്, ഡീം ടു ബി റെസിഡന്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകുക. എക്സാമിന് വരികയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാം. ഓക്കെ, സോ ആ പ്രോബ്ലം കൂടി നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ നിങ്ങൾ നെക്സ്റ്റ് ഇതിൽ നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ എസ്എസ്സി എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ എസ്എസ്സി എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് എക്സംപ്റ്റഡ് ഇൻകംസ് ആണ്. അതിൽ എന്തൊക്കെയാണ് എക്സംപ്റ്റഡ് ഇൻകംസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സംതിങ് 195 നിങ്ങൾക്ക് പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾ വായിച്ചാൽ മതി, അല്ലാതെ ഇത് ഇരുന്ന് മഗപ്പ് ചെയ്യാനായിട്ടൊന്നും നിൽക്കണ്ട. ഓക്കെ, നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സമയം പോകുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടതാണ് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയിൽ നമുക്ക് വരുന്നതാണ് HRA കാൽക്കുലേഷൻ, മോട്ടോർ വെഹിക്കിളിന്റെ കാൽക്കുലേഷൻ, PF യുടെ കാൽക്കുലേഷൻ, ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചത്. ഇത് ഓരോന്നിനും കാൽക്കുലേഷൻസ് നമ്മൾ എടുത്ത് HRA കാൽക്കുലേറ്റ് ചെയ്യാനും PF കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് PGയിൽ അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾക്കിത് മൊത്തം ചേർത്ത് ഒറ്റ ഒരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. ലൈക്ക് ഇപ്പൊ നിങ്ങളുടെ സാലറിയുടെ കാൽക്കുലേഷൻ ആണെങ്കിലും സാലറിയുടെ കാൽക്കുലേഷൻ ആയിട്ട് ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് അതിൽ തന്നെ HRA കാൽക്കുലേഷൻ, PF യുടെ കാൽക്കുലേഷൻ, മോട്ടോർ വെഹിക്കിളിന്റെ കാൽക്കുലേഷൻ, അങ്ങനെ എല്ലാ കാൽക്കുലേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് ഇൻകം ഫ്രം സാലറിയുടെ ഫുൾ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ HRAയുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഓരോന്നിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ തനിച്ച് നോക്കിയിട്ട് അങ്ങനെ എക്സാമിന് പോവരുത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വരില്ല. ഇതുവരെ അങ്ങനെ വന്നിട്ടുമില്ല. നിങ്ങൾക്ക് ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ 2 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഓക്കെ, 5 ഹെഡ്സിൽ 5 ഹെഡ്സിൽ നിങ്ങൾക്ക് 2 എണ്ണമാണ് വരുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സസ് അങ്ങനെ വരാറില്ല, ഇതുവരെ വന്നിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഇൻകം ഫ്രം സാലറി, അല്ലെങ്കിൽ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ. ഈ 3 എണ്ണമാണ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻകം ഫ്രം സാലറിയിൽ നിങ്ങൾ ഒരു പ്രോബ്ലം മൊത്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് HRAയുടെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, അതും കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇൻകം ഫ്രം സാലറിയിൽ അങ്ങനെ തിയറീസ് കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത്, അതായത് പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, പേയ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ ഇതല്ലാതെ നിങ്ങൾക്ക് ഇതിൽ തിയറി വരുന്നതാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് തിയറി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിന് നമുക്ക് കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല, ടാക്സ് ഇല്ല. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിനാണ് നമ്മൾക്ക് ടാക്സ് കാൽക്കുലേഷൻസ് വരുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക, തിയറിയുടെ ബേസിസിൽ നോക്കിയിട്ട് പോകുക. ഓക്കെ, ദെൻ ആനുവൽ എക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിന് വരുന്ന തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇൻകം ഫ്രം സാലറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടോട്ടൽ ആയിട്ട് ഒരു വാല്യൂ തരും. അതായത് ഒന്നില്ലെങ്കിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ഫ്രം HP നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അതിലത്തെ ഡിഡക്ഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് 3 വെയിറ്റേജിന് മേ ബി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വന്നു. ഓക്കെ, സോ അതും നിങ്ങൾ ആ രീതിയിലോട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ഇൻകം ഫ്രം HPയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് വരുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് തിയറി വരികയാണെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ചെയ്യാൻ, അതായത് അതിന്റെ പ്രൊസീജിയർ ആണ്, ആ തിയറി നോക്കിയിട്ട് പോകുക. ഓക്കെ, പ്രൊസീജിയർ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
അതേപോലെ തന്നെ MRV എന്ന് പറഞ്ഞാൽ എന്താണ്, FRV എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു തിയറി പോയിന്റ് ഓഫ് വ്യൂല് നോക്കിയിട്ട് പോകുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും ദെൻ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഡിഡക്ഷൻ, അതാണ് ഞാൻ പറഞ്ഞത് HP-യുടെ ഡിഡക്ഷൻ. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ആയിട്ട് ചോദിച്ചു വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ HP-യിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് 5th ചാപ്റ്റർ ആയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളതാണ്. ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിന് ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് പ്രോഫിറ്റ് ഓർ ഗെയിൻസിന്റെ ബിസിനസ് ഓർ പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ബിസിനസ് ഓർ പ്രൊഫഷന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടതാണ് പ്രോബ്ലം. ദെൻ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇതിൽ. അതായത് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, അവിടെ വരുന്നതാണ് ഈ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ഇത്രയാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ ബിസിനസ് ഓർ പ്രൊഫഷന്റെ കാൽക്കുലേഷൻ, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന്റെ കാൽക്കുലേഷൻ, ദെൻ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജ്. ദെൻ നെക്സ്റ്റ് 6th ചാപ്റ്റർ ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്നാണ്. അതിൽ ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് 2 വെയിറ്റേജ് ഓർ 3 വെയിറ്റേജിന് കണ്ടുവന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അത് നോക്കിയിട്ട് പോകുക. അതേപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ഓർ ഗെയിൻ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിയിട്ട് പോകുക. ദെൻ ഡീംഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ആ കാൽക്കുലേഷൻ ചെയ്യുന്ന ആ ഫോർമാറ്റിലെ അതും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോകുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് 3 വെയിറ്റേജിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, സോ അതും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോകുക. ദെൻ ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ആണ്. ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ 80C to 80U വരെ വരുന്ന ഡിഡക്ഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഡിഡക്ഷനിൽ ആ ഡിഡക്ഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എടുത്ത് ചോദിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ 80U ഡിഡക്ഷൻ 80Uനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ 80Gനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടതാണ്. ഓക്കെ, 80U അല്ലെങ്കിൽ 80C അങ്ങനെ വരുന്ന ഡിഡക്ഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നിങ്ങൾക്ക് തനിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് തനിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല ഇൻകം ഫ്രം അതർ സോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് ഗിഫ്റ്റിന്റെ കാൽക്കുലേഷൻ എന്താണ്, അതേപോലെ തന്നെ ഈ ക്യാഷ്വൽ ഇൻകംസ് വരുന്ന സമയത്ത് അതിന്റെ 30% നമുക്ക് പെർസെന്റേജ് പറഞ്ഞിട്ടില്ല, അതിന്റെ കാൽക്കുലേഷൻസിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്നത് ടോട്ടൽ ഇൻകം കാൽക്കുലേഷനിലാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ബിസിനസ് അതർ സോഴ്സസിന്റെ കാൽക്കുലേഷൻ വരുന്നത്. സോ ഇതിൽ നിങ്ങൾ ക്യാഷ്വൽ ഇൻകം പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 വെയിറ്റേജിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മുന്നിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് നിങ്ങൾക്ക് വരുന്നതാണ്. ഈ സെക്യൂരിറ്റീസിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അതും നിങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് വിത്ത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഒരു തിയറി പോർഷൻ ഉണ്ട് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ. അപ്പൊ അത് നിങ്ങൾ നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് 3 വെയിറ്റേജിന് വന്ന് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് അതർ സോഴ്സസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ വരുന്ന ഒരു പ്രോബ്ലം 5 വെയിറ്റേജിന് വരുന്നതാണ്. ആ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5 ഹെഡിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, 5 ഹെഡിന്റെ കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്. ഇതല്ലാതെ നിങ്ങൾക്ക് തിയറി വരുന്നതാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. സെക്ഷൻ 60 to 65 വരുന്ന ക്ലബിംഗ് ഓഫ് ഇൻകത്തിന്റെ തിയറി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് ക്രിയേഷൻ ഓഫ് ഇൻകം, അതിന്റെ തിയറി. ദെൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അതിന്റെ തിയറി. ഇതിന്റെ തിയറിയൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ടാക്സ് പ്ലാനിങ് ഹിറ്റ്സ് ടു അവോയ്ഡ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്നുള്ളൊരു തിയറി കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോകുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇതിൽ വരുന്നത് ദെൻ ബാലൻസ് എന്ന സെക്ഷൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 80U ഡിഡക്ഷൻ അണ്ടർ 80U എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ 80Uയുടെ കാൽക്കുലേഷൻ 80C or 80Uയുടെ കാൽക്കുലേഷൻസ് പ്രോബ്ലം മാത്രം വർക്ക്ഔട്ട് ചെയ്ത ഒരു പ്രോബ്ലം ഇതിന് മുന്നിൽ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതും കൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് റിബേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്
2 വെയിറ്റേജിന് വരുന്നതാണ്. അതേപോലെ തന്നെ റിലീഫ് ഓഫ് ടാക്സ് എന്താണ്, റിബേറ്റ് ഓഫ് ടാക്സും റിലീഫ് ഓഫ് ടാക്സും പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിന് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അഗ്രികൾച്ചറൽ ഇൻകത്തിൽ ജസ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ കൂടെ തന്നെ ജസ്റ്റ് അതിന്റെ ടൈപ്സ് കൂടി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് HCF ആണ്. ഇൻഡിവിജ്വലിന്റെയും HCFന്റെയും അസസ്മെന്റ് ടാക്സിന്റെ കാര്യം നമുക്ക് ഒരുപോലെ വരുന്നതാണ്, അതിലങ്ങനെ ഡിഫറൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ടാക്സ് ലയബിലിറ്റിയുടെ കാൽക്കുലേഷൻ ആണ്. അതായത് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യില്ലേ, ആ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ ഇൻകത്തിന്റെ ബേസിസിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്ന തിയറിയാണ് AMT, അതായത് ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്കൊരു തിയറി ആയിട്ട് വരുന്നത്. സോ അതിന്റെ പ്രോബ്ലമും വരുന്നുണ്ട് AMTയുടെ കാൽക്കുലേഷൻ, അതായത് നമ്മുടെ ലയബിലിറ്റിയുടെ കാൽക്കുലേഷൻ പോലെ തന്നെയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ടാക്സ് ലയബിലിറ്റിയുടെ പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്, ടോട്ടൽ ഇൻകമും ടാക്സ് ലയബിലിറ്റിയും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ നെക്സ്റ്റ് ഇതിൽ നോക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ CBDT മാത്രം നിങ്ങൾക്ക് തനിച്ചടിച്ച് ചോദിക്കുന്നതാണ് പവേഴ്സ്, CBDTയുടെ പവേഴ്സ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഒരു 3 പേജേ ഉള്ളൂ, ഫുള്ള് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. അതിൽ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ദെൻ അതിനുശേഷം അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ വരുന്നത് റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സസ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ നോക്കേണ്ടത് DTS എന്താണ്, TCS എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ നോക്കേണ്ടത് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇതൊക്കെ 2 വെയിറ്റേജിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ടാക്സ് മാനേജ്മെന്റ് ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ടാക്സ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് വരുന്നത് ഫയലിംഗിന്റെ കാര്യങ്ങളാണ്. അതായത് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫയലിംഗ് എങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫയലിംഗ് നിങ്ങൾക്ക് 5 ആസ് വെൽ ആസ് 3 വെയിറ്റേജിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത്. ദെൻ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, കൂടുതൽ തിയറീസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് പ്രൊസീജിയർ ഫോർ അസസ്മെന്റ് എന്നുള്ളത്. പ്രൊസീജിയർ ഫോർ അസസ്മെന്റിൽ നിങ്ങൾ നോക്കേണ്ടത് റിട്ടേൺ എന്താണ്, റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ബെനിഫിറ്റ്സ് എന്താണ്, ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഓരോ റിട്ടേണും തനിച്ചെടുത്ത് ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ ബിലേറ്റഡ് റിട്ടേൺ എന്താണ്, റിവൈസ്ഡ് റിട്ടേൺ എന്താണ് എന്നുള്ളതൊക്കെ തനിച്ചെടുത്ത് ചോദിക്കുന്ന റിട്ടേൺസ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ, അതായത് പാൻ പറഞ്ഞാൽ എന്താണ്, പാൻ എന്താണ് എന്നുള്ളത്. ദെൻ അസസ്മെന്റ് ആണ്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസസ്മെന്റ് പ്രൊസീജിയർ, ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ഈ ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ ഓരോന്ന് നിങ്ങൾക്ക് തനിച്ചെടുത്ത് ചോദിക്കുന്നതുമാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ദെൻ ഫേസ്ലെസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ ഇതിൽ നോക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് മൊത്തമായിട്ട് ഒരു ഇൻകം ടാക്സ് എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. സോ ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കണമെന്ന് നമ്മൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ ഇൻകം ബേസിക് ടോപ്പിക്സിൽ ടാക്സ് പ്ലാനിംഗ്, ടാക്സ് മാനേജ്മെന്റ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ എന്നുള്ളതൊക്കെയാണ് നോക്കേണ്ടത്. സെക്കൻഡ് ചാപ്റ്റർ എക്സംപ്റ്റഡ് ആണ്, അത് നിങ്ങൾ അങ്ങനെ നോക്കി സമയം കളയണ്ട. ദെൻ ഇൻകം ഫ്രം സാലറിയുടെ ടോട്ടൽ കാൽക്കുലേഷൻ ആണ്. ലീവ് ട്രാവൽ എൻഗേജ്മെന്റിന്റെ ഒരു പ്രോബ്ലം ഇതിന്റെ മുന്നിലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, സോ അതുകൂടി ഒന്ന് നോക്കുക. ദെൻ HPയിൽ ടോട്ടൽ HPയുടെ കാൽക്കുലേഷൻ ആണ്. തിയറി നോക്കുകയാണെങ്കിൽ ആ HP പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലെ ഒരു പ്രോബ്ലം, ഫുൾ പ്രോബ്ലം. ദെൻ ക്യാപിറ്റൽ ഗെയിനിൽ വന്നിട്ട് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിന്റെ കാൽക്കുലേഷനിലെ ഒരു പ്രോബ്ലം. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് നിന്ന് അങ്ങനെ ചോദിക്കാറില്ല, പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ഈ ഫുൾ ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ. ദെൻ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ദെൻ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വലിന്റെ കാര്യത്തിൽ നമ്മുടെ ടാക്സ് ലയബിലിറ്റിയുടെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഇൻകം ടാക്സ് അതോറിറ്റിയുടെ 3 പേജേ ഉള്ളൂ ആ ചാപ്റ്റർ, ഫുള്ള് നോക്കുക. ദെൻ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, അതിൽ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റും TCS എന്താണ്, DDS എന്താണ്, റിക്കവറി റീഫണ്ട് ഓഫ് ടാക്സ് എന്താണെന്നുള്ളത് നോക്കുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടാക്സ് മാനേജ്മെന്റിൽ ഫയലിംഗും കാര്യങ്ങളാണ്, അതും തിയറി ആയിട്ട് നോക്കുക. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് റിട്ടേണും അസസ്മെന്റും ആണ്. അത് രണ്ടും കൂടി നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, 5 വെയിറ്റേജ് എല്ലാത്തിലും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ആ ലാസ്റ്റ് ചാപ്റ്റർ. സോ ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ടാക്സ് അതോറിറ്റീസ്
കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. then അതേപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുക, ബിക്കോസ് അതിൽ 2 വെയിറ്റേജ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാലോ. ഓക്കെ, ദെൻ അതിനുശേഷം ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 5 ഹെഡും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയുള്ളൂ. അതേപോലെ തന്നെ അവിടെ എന്തൊക്കെ ഡിഡക്ഷൻ വരുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൽ വരുന്നത്. ഓക്കെ.